മരിക്കാൻ ശ്രമം നടത്തിയെന്ന വാർത്തകൾ തെറ്റെന്ന് ഗായിക കൽപ്പന രാഘവേന്ദർ. ഉറക്കഗുളികകൾ അമിതമായി കഴിച്ചപ്പോൾ അബോധാവസ്ഥയിലായതാണ്. ഉറങ്ങാൻ പറ്റാതായപ്പോൾ കൂടുതൽ മരുന്ന് കഴിച്ചു. മാധ്യമങ്ങൾ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയെന്ന് കൽപ്പന രാഘവേന്ദർ. മാധ്യമ വാർത്തകൾ തെറ്റാണെന്നും അവർ പറഞ്ഞു. താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടില്ലെന്നും കൽപ്പന എറണാകുളത്ത് പറഞ്ഞു. മാർച്ച് 4-നാണ് ഗായിക കൽപ്പന രാഘവേന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൈദരാബാദിലെ നിസാംപേട്ടിലെ വസതിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നായിരുന്നു ആദ്യം പുറത്തു വന്നത്. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്ന് പറഞ്ഞ് പിന്നീട് കൽപ്പനയുടെ ബന്ധുക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു. இந்த மீடியான்னு പറയുന്ന സെയിം വെപ്പൺ അത് ഇറ്റ് ഇസ് ലൈക്ക് എന്താ പറയുക, കത്തിയോ അതെന്താ പറയുക, വാളോ ഏതെങ്കിലും വാക്കത്തെയോ അത് தேங்காய் என்னன்னா சொல்லுவாங்க மலையாளத்தில், செருவா கத்தியவா தேங்காவாயா? இளநீ சாப்பிட்றது நம்ம என்ன சொல்லுவோம்? இளநீ ചീവുന്ന വെട്ടുന്ന കത്തി സെയിം വാക്കത്തെ യു യൂസ് ഫോർ വെട്ടുന്ന ഒരാൾക്ക് മുടിഞ്ഞു പോச்சு ലൈഫ്. That vakatha, if it is used for cutting an elani, having super coconut water, tender coconut water, it is a blessing. The same vakatha, if you are going to use it to cut somebody's throat, life is gone. That is what is happening. I would say media is such a powerful vakatha. നിങ്ങളാണ് ഞങ്ങൾക്ക് സഹായിക്കണം സാർ. You have to help women build everything and come up. എല്ലാവരും ഇങ്ങനെ പേടിച്ച് പോയാൽ നിങ്ങൾക്ക് സത്യം എന്താണ് ഒരുപോലും പറയില്ല. ഇപ്പം ഇങ്ങനെ തന്നെ இந்த രീതിയിൽ പോകുന്ന നാളെ എൻ്റെ ഒരു പൊസിഷനിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് മീഡിയയോട് സംസാരിക്കാൻ എനിക്കൊന്നുമില്ല, ഏതെങ്കിലും ചെയ്തോട്ടെ എന്ന് പോകും. അല്ലെങ്കിൽ അയ്യോ இப்படி பண்ணிட்டாங்களேன்னு they will commit suicide. 4 பேருக்கு முன்னாடி மானம் போயிடுச்சே, என்னை பற்றியும் என் குடும்பத்தை பற்றியும் தப்பாக பேசிட்டாங்களேன்னு വിഷമം കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യും. അമ്മ ഉറക്കഗുളിക കഴിച്ചതിൻ്റെ ഡോസ് കൂടിപ്പോയതാണെന്ന് നിലവിലുള്ള പ്രചരണങ്ങൾ തെറ്റാണെന്നും മകൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഭർത്താവ് കാരണം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുവെന്ന് പലരും വാർത്തകൾ നൽകി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് ഭർത്താവാണെന്നും കൽപ്പന രാഘവേന്ദർ പ്രതികരിച്ചു. ചില മാധ്യമങ്ങൾ തൻ്റെ മോശമാവസ്ഥയിൽ തികച്ചും സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. കുറേ കാലമായി ഇൻസോംനിയ ഉണ്ട്. അന്ന് മരുന്ന് കഴിച്ച ഡോസ് കൂടിപ്പോയി. ഭർത്താവുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബോധം കെട്ട് വീണത്. അദ്ദേഹമാണ് പോലീസിൽ അറിയിച്ചതും ആംബുലൻസ് വിളിച്ചതും. ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് ഭർത്താവും മകളുമാണ്. മറ്റ് വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും കൽപ്പന അറിയിച്ചു. അതുമാത്രം സർ, നാളെ നിങ്ങളെല്ലാവർക്കും അറിയാം, ഒരു നല്ല ഗായികയായിട്ട് ടാലൻറ്റിന് വേണ്ടിയാണ് ഐഡിയ സ്റ്റാർ സിംഗർ പോലെ ഒരു അഭിമാനം ഉള്ള ഒരു ഷോയിൽ എനിക്ക് വിജയിക്കാൻ പറ്റി. നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചു. Am I right? You all made me win in that show. When the future generation or when my children or anybody, when they are going to search for singer Kalpana videos എന്ന് പറഞ്ഞാൽ ആദ്യം ഇതാണ് വരും. What will the next generation think about me, or what will these people have value about celebrity എന്ന് പറഞ്ഞാൽ they will not have value for family. They will have lot of issues. ഫാമിലി ലൈഫ് മേലെയേ வந்து ഇപ്പോൾ ഉള്ള ജനറേഷൻ പിള്ളേർക്ക് വെറുപ്പ് തോന്നിடும். We are not even அவங்கள ஒரு ப்ராப்பரான கல்ச்சரில் கூட we are not directing them. It is a danger for the next generation, sir. It is a danger for next generation because the mind is operating in a very, very, very pessimistic manner, in a very negative manner. മീഡിയ നല്ല വിഷയങ്ങൾ കൊടുത്താലാണ് മാത്രം കുറച്ച് അറ്റ്ലീസ്റ്റ് പബ്ലിക്കിൻ്റെ മനസ്സിലുള്ള ആ നെഗറ്റിവിറ്റീനെ കുറച്ച് അറ്റ്ലീസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് പീക്കിലേക്ക് പോവും. the next step will go to perversion and violent acts. That's all I can say. And I don't want that to happen, and I will try my genuine level to fight for this in a very genuine way. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആരും എൻ്റെ എതിരിയല്ല. You're all my friends, my brothers and sisters, and I'm not an alien to Kerala. Now I'm also a citizen of Kerala. So I have this responsibility as a woman also to take proper actions in all the 3 states because these 3 languages I am working. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളെല്ലാവരുടെ ഒരു സഹായം, നിങ്ങളുടെ ഒരു ഹെൽപ്പും സപ്പോർട്ടും ഉറപ്പായിട്ട് ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർക്ക്, ജെന്യൂനായിട്ട് എഫേർട്ട് എടുക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഉണ്ടാവണം.